ചണ്ഡീഗഡ് നിന്നും ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നമ്മുടെ സ്വന്തം മനോജ് സാറിൻ്റെ മോളുടെ കല്യാണം കൂടാൻ പോയ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ചണ്ഡീഗഡ് ടു ജയ്പൂർ 465 കിലോമീറ്ററാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വരുന്ന പോലെ 152B എന്നൊരു എലിവേറ്റഡ് ഹൈവേ ഉള്ളത് കാരണം 230 കിലോമീറ്റർ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ കവർ ചെയ്തു. ഞങ്ങൾ നീണ്ടു നീളം നടന്ന 152Bയിലൂടെ വെച്ച് പിടിക്കുന്ന സമയത്ത് വണ്ടിക്കും വിശപ്പായി, ഞങ്ങൾക്കും വിശപ്പായി. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയുണ്ടായി. ആലു പൊറോട്ടയും തൈരും അച്ചാറും ഒക്കെയായിരുന്നു പ്രധാന വിഭവങ്ങൾ. ശരിക്കും ഇങ്ങനെയുള്ള റോഡുകളല്ലേ നമുക്ക് ആവശ്യം. ഒരാൾക്ക് ഒരു റോങ് ഡ്രൈവ് ചെയ്യാനോ റോഡ് മുറിച്ച് കിടക്കാനോ ഉള്ള അവസരം ഈ റോഡിലില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ ഇത് തികച്ചും യോജ്യമായ റോഡാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് ലിമിറ്റ് 100 എന്നാ വെച്ചാൽ നമുക്ക് വേറൊന്നും ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്കൊരു ബോറടിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒരു ചായ കുടിച്ചാലോ? ഗ്ലാസ്സിലെ ചായ. ഇങ്ങനെയുള്ള ചായക്കടകളെ കൂടുതലും ധാബകൾ എന്നാണ് പറയാറ്. ഈ ധാബകളെ കൂടുതൽ ആശ്രയിക്കുന്നത് ട്രക്ക് ഡ്രൈവേഴ്സാണ്. അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പക്കലൊരു പൊടിവിദ്യയുണ്ട്. അതിൻ്റെ പേരാണ് ഹുക്ക. ഹുക്ക ഫ്രീ ആയതുകൊണ്ട് എല്ലാ ഡ്രൈവർമാരും മാക്സിമം ഇവിടെ ചവിടാറുണ്ട്. ഈ ഹുക്ക എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ കാര്യം, പണ്ടത്തെ കാലത്തെ ഒരു ഓട്ടുവിളക്കൊക്കെ ഇല്ലേ, അതിലേക്ക് കുറച്ച് ചുള്ളിക്കമ്പൊക്കെ ചൂടാക്കി കരി പോലെ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുകയിലോട് ഇട്ട് കൊടുക്കും. പിന്നെ വരുന്ന പുകയെ അവരെന്ത് ചെയ്യും, ഒരു പൈപ്പിലൂടെ വെളിയിലേക്ക് പുറന്തള്ളും. അത് പുക വലിക്കുന്ന പോലെ വലിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഹുക്ക വലി. അങ്ങനെ ചായ കുടിച്ച് ഉഷാറായി ഒറ്റ സ്ട്രെച്ചുള്ള 230 കിലോമീറ്റർ തീർത്ത ശേഷം രാജസ്ഥാൻ്റെ കവാടം കണക്കി ചില മരുഭൂമി പ്രദേശങ്ങളും മലനിരകളും നമ്മളെ സ്വാഗതം നൽകി കടന്നുപോയി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കല്യാണ റിസോർട്ടിൽ എത്തിച്ചേർന്നു. നോർത്ത് ഇന്ത്യൻ വിവാഹങ്ങൾ പൊതുവെ രാത്രികളാണ് നടക്കാറ്. എത്തിച്ചേരുന്നവരെല്ലാം റിസോർട്ടിലേക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത റൂമുകളിൽ വസിച്ച് റെഡിയായി രാത്രി ചടങ്ങുകൾക്ക് സംബന്ധിക്കുന്നതാണ് ഇവിടുത്തെ സാധാരണ. അങ്ങനെ ഞങ്ങളെ പെണ്ണിൻ്റെ അച്ഛനായ മനോജ് സാർ സ്വാഗതം ചെയ്തു. തുടർന്ന് റെഡിയായി ഞങ്ങളും സന്ധ്യയോടടുത്ത് വിവാഹ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഒന്നൊന്നായി ആസ്വദിച്ചുകൊണ്ടിരുന്നു. പേരറിയാത്ത കുറേ നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളും ദോശ പോലുള്ള സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ലസ്സി, കോഫി, അങ്ങനെ ജ്യൂസുകൾ, അങ്ങനെ ഒട്ടനവധി ഭക്ഷണ സാധനങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം മറന്ന് ആടിപ്പാടി ആസ്വദിക്കുന്ന രീതി നോർത്ത് ഇന്ത്യൻ രീതിയാണ്.
അത് നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക് പരിചിതമായ ഒന്നല്ലെങ്കിലും നമ്മൾ ഒട്ടും വിട്ടു നിൽക്കാൻ തയ്യാറല്ലായിരുന്നു. അടുത്തതായി ചെക്കൻ കൂട്ടൻ്റെ വരവാണ്. ചെറുക്കൻ വരുന്നതിനെ ബറാത്ത് എന്നാണ് വിളിക്കാറ്. ഒരു കുതിര വലിക്കുന്ന രഥത്തിലായി ഒരു വാളുമൊക്കെ ഏന്തി ചെക്കൻ കൂട്ടരായ ആളുകൾ ആടിപ്പാടി തിമിർത്ത് ബാൻഡ് മേളത്തിൻ്റെ ആമ്പടിയോടെ രംഗപ്രവേശനം ചെയ്യുന്നതാണ് ചടങ്ങ്. അങ്ങനെ ചെക്കൻ കൂട്ടരെത്തുന്നതോടുകൂടി പെൺകൂട്ടരും ഞങ്ങളും ഒട്ടും മോശമല്ലെന്ന രീതിയിൽ ആടിപ്പാടി അവർ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നോട്ടുമാലകളും മറ്റും ചാർത്തി ചെക്കനെ വരവേൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലരാകട്ടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഏറ്റവും ബന്ധപ്പെട്ടതിൽ ചിലർ ആടിപ്പാടുന്നതിനിടയിൽ 20, 50 എന്നീ നോട്ടുകെട്ടുകൾ ഓരോ നോട്ടുകളായി വായുവിലേക്ക് കൈകൊണ്ട് കശക്കിയെറിയുന്നു. ഇത് പറക്കിയെടുക്കാൻ ബാൻഡ് മേളക്കാർ ആവേശമുണ്ട് ബാൻഡ് അടിക്കുവാൻ ശ്രമിക്കുന്നു. വേറിട്ട കാഴ്ചയാണ്. അടുത്തതായിട്ട് ഇനി പെണ്ണിൻ്റെ എൻട്രിയാണ്. പെണ്ണിൻ്റെ എൻട്രിയോടൊപ്പം ഏകദേശം ചെറുക്കനും പെണ്ണുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ പകർത്തി രാത്രിയിൽ നമ്മൾ ജയ്പൂരിലെ ഹവാമഹലൊക്കെ ഉണ്ട് 12:30 മണിയോട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു. പുതിയൊരു വീഡിയോയുമായി നമ്മൾ ഇനിയും കാണാം. അതുവരെ ബാക്കി ഭാഗങ്ങൾ കൂടി കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.